എടാ രവി, എടാ വാലാട്ടി രവി, ഇറങ്ങി വാടാ. എടാ രവി, പെരക്കാത്ത് കയറി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വരാൻ. ആ വരുന്നുണ്ട് വാലാട്ടി. ഇറക്കി വിടാ, ഇറക്കി വിടാൻ. ഒരു ഗ്ലാസ് വെള്ളം തന്നെ. നിന്റെ വായി കിടക്കണ പഴം ഇറക്കി വിടാനല്ല പറഞ്ഞത്, എന്റെ കൊച്ചിനെ ഇറക്കി വിടാൻ. വാവച്ച ഒച്ച വെക്കരുത്. വാവച്ചല്ലാതെ പിന്നെ എന്ത് വെച്ച് ഞാൻ ഒച്ച ഉണ്ടാക്കും? അതല്ല, വാവച്ച വെറുതെ ഇവിടെ കിടന്നുണ്ട് ഒച്ച ഉണ്ടാക്കരുതെന്ന്. കൊച്ചി ഉണ്ടാക്കൂടാ. ഞാൻ ആറ്റു തോറ്റു വളർത്തി എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കൊച്ചിനെ നിന്റെ കുരുത്തം കേട്ട സന്താനം വിളിച്ചിറക്കി കൊണ്ടുവന്ന് അകത്ത് കയറ്റിയിട്ടില്ലേ? അവനെ ഇറക്കി വിടാൻ. എന്റെ വാവച്ച, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടന്ന് ജീവിക്കണവരാണ്. നമ്മുടെ പിള്ളേർക്ക് ഒരു തെറ്റ് പറ്റി, അത് നീ ഇവിടെ വന്നിട്ട് ഒച്ചപ്പാടിൽ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ രവി, എനിക്കറിയാം, എല്ലാം അറിയാം. നമ്മൾ ഒരുമിച്ചാണ് ഈ ഹൈ റേഞ്ചിൽ വന്നത്. ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് നമ്മൾ ഇവിടെ വന്നിട്ടാണ്. നീ ഉണ്ടാക്കിയതെന്ന് നീ എന്നോട് പറയരുത്. എടാ, ഇവിടെ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാരെ പറ്റിച്ചിട്ടല്ലേ ഇത് മുഴുവൻ നീ വെട്ടിപ്പിടിച്ചത്. ഞാൻ വെട്ടിപ്പിടിക്കാൻ പോയപ്പോ നീ പെണ്ണുമ്മളിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കായിരുന്നില്ലേ? നിനക്ക് വേണമെങ്കിൽ നീ വെട്ടിപ്പിടിക്കണം. ആ, എങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കും? ഞാൻ എന്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലേരുമ്പോ നമ്മളെ വെട്ടിപ്പിടിച്ചിട്ട് പോകൂലേ? നീ അങ്ങനെ ഡീസന്റ് ആവണ്ട. എടാ, നീ ഇപ്പൊ ജോലിക്ക് പോകുന്ന സ്ഥലത്തെ മുതലാളിയുടെ കൊച്ചമ്മയോട് നീ എന്തോ മോശമായിട്ട് സംസാരിച്ചതിനല്ലേ നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്? ഇത് കേട്ടപ്പോ നാട്ടുകാർ മൊത്തം കാണിക്കുന്ന. അത് മുതലാളിക്ക് സംശയ രോഗമല്ലേ? എന്റെ കൊച്ചമ്മനെ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ഒരു നേരത്തെ അന്നം തന്നെ കൈയാണ്. ഞാൻ എന്റെ ദൈവത്തെ പോലെ കാണുന്നത് കൊച്ചമ്മന. എന്റെ 33 കോടി ദൈവങ്ങളെ, എന്റെ കൊച്ചമ്മക്ക് ദീർഘായുസ് കൊടുക്കണേ, ദീർഘായുസ് കൊടുക്കണേ. കൊച്ചമ്മ ആളെങ്ങനെയുണ്ട്? നല്ല കിടുക്കം പീസല്ലേ? അതിന്റെ പുള്ളിക്കാരൻ ഇത്ര സംശയം അല്ല പിന്നെ? ചെല്ലടാ വാലാട്ടി ചെല്ല്, കടി കിട്ടാൻ നോക്കി. അല്ല, ഞാനേ വാവച്ചനോട് ചോദിക്കായിരുന്നു, ചുരിദാറിന്റെ പീസിനൊക്കെ ഇപ്പൊ എന്നാ വിലയെന്ന് ചോദിച്ചതാ. ഇവിടെ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടെ. എന്റെ വാവച്ചൻ ചേട്ടാ, അത്ര ഒലിപ്പിക്കേണ്ട കാര്യം പറ. എന്റെ വാവച്ചൻ ചേട്ടാ, അത്ര ഉള്ളത് ഓർക്കട്ടെ, പയ്യെ പറഞ്ഞാ മതി. നമ്മുടെ മക്കൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് അവരൊരു അബദ്ധവും കാണിച്ച് അതിന്റെ പേരിൽ എന്റെ കുടുംബത്തിന് നടവാദിക്ക് വന്നിരുന്ന ഒച്ചപ്പാട് വെള്ളം ഉണ്ടാക്കി ഈ അയൽന്തരത്താരം മുഴുവൻ കേൾപ്പിച്ച് ഞങ്ങളെ നാണം കെടുത്താനായിട്ട് നിങ്ങളോട് ഞങ്ങൾ എന്താ ചെയ്തത്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന കുടുംബക്കാരല്ലേ? അയ്യോ, അന്തസ്സിന്റെ കാര്യമൊന്നും പറയണ്ട. അതെ, കുടുംബം ഒന്നിച്ചെന്നെ കോക്കരി. എടാ, ഇടുക്കിയിലും കണ്ട് തടിലോറ് കയറ്റാൻ പോയപ്പോ ആ തടിയുടെ ഇടയ്ക്ക് വെച്ച് കെട്ടിക്കൊണ്ട് വന്നാലേടാ ഇവളെ. ഞാൻ അങ്ങനെ കൊണ്ടുവന്നതാണെങ്കിലേ അവളെ ഞാൻ പൊന്നുപോലെ ഞാൻ അവളെ നോക്കാൻ ചോദിച്ചു നോക്കിയാ. അയ്യോ, പൊന്നിന്റെ വെള്ളിയുടെ കാര്യം പറയാം. ഇങ്ങോട്ട് മാറുകട്. വാവച്ചൻ ചേട്ടൻ അറിയാമോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കയ്യിലും കഴുത്തിലും എന്തൊക്കെ ഉണ്ടായിരുന്നു. കയ്യിലൊരു പിച്ചച്ചട്ടിയും കഴുത്തുമുറ്റ കടമായിട്ട് മുങ്ങിച്ചാവാൻ നിന്നവളാ. അവളെ ഞാനായി ഇങ്ങോട്ട് കെട്ടിവലിച്ചോണ്ട് വന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം, ആരെങ്കിലും കൂട്ടുകാർ വരുമ്പോ നിങ്ങൾ അവരുടെ മുമ്പിലിട്ട് എന്നെ നാളം കെടുത്തുന്ന സ്ഥിരം പരിപാടി. കൂട്ടുകാരൻ ഭാവിച്ചപ്പോ നീ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് മാനം വകപ്പെടുത്താൻ നിർത്തത്. വാവച്ചൻ ചേട്ടൻ അറിയാമോ, ഇയാൾക്ക് ഇപ്പോഴും വടക്കേലും അറിയാമോ ചേച്ചിയുടെ മോളെ ഇഷ്ടം? എന്റെ ഇഷ്ടമല്ല, അതാണ് ഇങ്ങനെ. അത് കല്യാണത്തിന് മുമ്പ്. ഇപ്പൊ ഇടക്കിടക്കല്ലേ പോണുള്ളൂ, ബാക്കി ഫുൾ ടൈം നിന്റെ കൂടെ ഇല്ലേ? അപ്പൊ എനിക്ക് ആരോട് ദേഷ്യം? അപ്പൊ നിങ്ങൾ ഇപ്പോഴും അതൊക്കെ അകത്ത്. എന്റെ കൊച്ചിനെ നിങ്ങളുടെ വീട്ടിലെ സന്താനം വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് തിരിച്ചിറക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. അപ്പൊ നിങ്ങൾ തമ്മിൽ വഴക്കുമ്പോ പിടിച്ചു മാറ്റാൻ വന്നതല്ല ഞാൻ. എന്റെ കൊച്ചിനെ ഇറക്കി വിടാ. പാവച്ചൻ ചേട്ടാ, നിങ്ങളുടെ കൊച്ചിനെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. വരുമെങ്കിൽ വിളിച്ചിട്ട് കൊണ്ടൊക്കൊന്നേ. പാവച്ചൻ ചേട്ടാ, നിങ്ങളുടെ കൊച്ചിനെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല, വേണമെങ്കിൽ കൊണ്ടൊക്കൊന്നേ. പട്ടി, ഇത് തന്നെയല്ലേ ഇവള് ഇതേ സ്റ്റൈലിൽ പറഞ്ഞത്. ഉമ്മ വാലാട്ടി നിന്നാ മതിയായിരുന്നു. ഇറങ്ങി പോണ കൊച്ചേ. അച്ചപ്പോ അല്ലെങ്കിൽ കോഴിക്കോടൻ അലുവാതി കാര്യം എന്താന്ന് വെച്ചാ പറ. അല്ല അപ്പച്ചാ, എന്താണ് എന്തിനാ ഇവിടെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനും തീരുമാനിച്ചു. അപ്പച്ചന് എന്താ പ്രശ്നം? ആരാണ് നിന്റെ അപ്പച്ചൻ? എന്റെ കുടുംബത്തിൽ കയറിയിട്ട് നീ ഞങ്ങളാട്ടണ എന്നാ പിടിച്ചോ. ഈ അല്ലല്ലോ പായല്ലേ? അക്ഷരം മാറിപ്പോയി. ഇങ്ങോട്ട് മാറിക്ക്. എടി, നിന്നോട് ആരാ ഇപ്പൊ ഇറങ്ങി വരാൻ പറഞ്ഞത്? എടി, നീ വിളിച്ചിറക്കി കൊണ്ടുവന്ന എന്റെ കൊച്ചില്ലേ, എന്റെ റോയ്മോൻ, അവനെ ഇറക്കി വിടേ. മോനെ റോയ്മോനെ, ഇറങ്ങി വാടാ. പാൽ സരണികളിൽ കാൽസരമഴകൾ, പുൽക്കൊടികളിലെ പനിമണികൾ. പാൽ സരണികളിൽ കാൽസരമഴകൾ. എന്റെ ദൈവമേ, താഴത്തും തലയിലും വെക്കാതെ വളർത്തിയ കൊച്ചാണ് നിക്കണ കണ്ട. അങ്ങനെ വളർത്തിട്ട് വരാണ്. ഇപ്പൊ കട്ടിലേന്ന് താഴ്ത്തിറങ്ങണില്ല. പോലീസാകണം പോലീസാകണം എന്നും പറഞ്ഞ് നടന്നവനല്ലേടാ. എന്തിനാ ഈ പെണ്ണിന്റെ പുറകിൽ കള്ളനെ പോലെ നിക്കണത്? ആര് പോലീസ്? ഇവനാ പുച്ഛം. SI ടെസ്റ്റിനുള്ള പേപ്പർ വന്ന് വീട്ടിലിരിക്കെ ഇന്നായിരുന്നു SI ടെസ്റ്റ്. എല്ലാം ഇവള് നശിപ്പിച്ചു. പിന്നെ നടക്കൂലേ? നടക്കൂല. എന്റെ മോളെ, കേരള പോലീസിന്റെ മാനം കാത്ത നിനക്ക് അച്ഛന്റെ വക ഒരു മെഡൽ ഇരിക്കട്ടെ. വായലും പുട്ട. എടി പെങ്കൊച്ചേ, നീ എന്ത് കണ്ടിട്ടാ ഈ മണഗുണാഞ്ചന പ്രേമിച്ചത്? അയ്യോ, അത് അപ്പച്ചാ, ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞങ്ങൾ സ്കൂളിലെ ഡ്രില്ല് മാഷില്ലേ, ബാബു മാഷ് കുളിക്കാനായി കുളത്തിലിറങ്ങിയേ. അപ്പൊ മുങ്ങിപ്പോയി. അപ്പതാ ഇവനാ രക്ഷിച്ചതോ? വിളിച്ചോണ്ട് ഓടിയത്. ബാബു സാറ് കുളത്തിൽ മുങ്ങിയേ, നാളെ സ്കൂളില്ല, അവധിയാണ്. അന്ന് മുതൽ എനിക്ക് ഇവന്റെ അടുത്ത് പ്രേമം
തുടങ്ങിയത് അപ്പച്ച. അതെ അവക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. നീ ഇവളെ പ്രേമിച്ച എന്ത് കാര്യത്തിനാ? കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് എനിക്ക് ആരും ഒരു വക മേടിച്ചെന്നില്ല. എവളാ എനിക്ക് ഊത്തും മമ്പരമൊക്കെ മേടിച്ചെന്നത്. അനുഭവിക്കണം. എടാ ഇത് ലോകത്ത് വല്ലോടത്തും നടക്കുന്ന കാര്യമാണോ? സാധാരണ ആൺപിള്ളേർക്ക് പെൺപിള്ളേരോട് ഇഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് പെങ്കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോരും. ഇത് അങ്ങനെയാണോ സംഭവിച്ചത്? തിരിച്ചല്ലേ, ഈ പെങ്കൊച്ചല്ലേ ഇവൻ വന്നിട്ട് വീട്ടിലെ ആൺകൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്? ആര് വിളിച്ചിറക്കിക്കൊണ്ട് പോയി? എന്നെ എപ്പോ വിളിച്ചിറക്കിക്കൊണ്ട് പോകുമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചിറക്കിയതാ. അപ്പൊ പിന്നെ എന്റെ പുറകെ വന്ന് ഞാനും വരുന്നടി എന്ന് പറഞ്ഞു. ആ വൃത്തികെട്ടവനെ അപ്പത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ സർവാണി ഇട്ട് ഇറക്കി. എന്റെ കല്യാണത്തിന്റെ റിസപ്ഷന് ഞാൻ എടുത്ത സർവാണിയാ. സ്വന്തമായിട്ട് ജോലി ചെയ്ത്. എടാ നീ ഒരാണല്ലേ, നീ അല്ല ശരിക്കും ഇവിടെ വിളിച്ചിറക്കി കൊണ്ടുവരേണ്ടത്. എനിക്ക് ഭയങ്കര പേടിയും നാണവാ. ആരാ? പിന്നെ അമ്മച്ചി വല്ലതൊക്കെ പറയും. എടാ അമ്മച്ചിനെ പേടിയാണെങ്കിൽ അപ്പച്ചനല്ലേ നിൽക്കണത്. അമ്മച്ചിയെ കാണുന്ന തന്നെ പേടിയാ. 7 നടത്തി മൂത്രമൊഴി. പറഞ്ഞില്ലേ കണ്ട? അത് വിട്ടു. അതെ വീട്ടിലോട്ട് വാ. നീ ഇറങ്ങി അപ്പ അമ്മച്ചി വീടും കൂട്ടി ഇറങ്ങിയതാ. നിന്നെ കൊണ്ട് ചെന്നില്ലെങ്കിൽ അപ്പച്ചി വീട്ടിൽ കയറാൻ പറ്റൂല. വീട്ടിൽ പോവാ. ഞാൻ വരൂല. പറ്റൂല. എന്താണ് പറ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. ഞെട്ടുവോ? ആ ഇല്ല ഞെട്ടൂല, പറഞ്ഞോ. ഞെട്ടൂലെന്ന് സത്യം പറയും. സത്യം. എന്നാ ഞാൻ 3 മാസം ഗർഭിണിയാ. ഇവനല്ലേ അച്ഛാ സത്യം. മനുഷ്യനെ ചിരിപ്പിക്കാതെ. അമ്മ സത്യം. എന്താ അങ്ങനെ എല്ലാരും എന്നെ കൊണ്ട് പറ്റും? പറ്റുന്നില്ലേ? പോ. പറ്റൂന്ന് ഇല്ലല്ലേ? ഇവിടെ പച്ചവെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നത് പിന്നെയാണ് എടാ മോനെ ചീറ്റി പോയെന്ന്. എന്നൊരു കാര്യം ചെയ്യും. ഞാൻ ഗർഭിണിയാന്ന് പറ. എന്റെ അച്ഛൻ വിശ്വസിച്ചോളൂ. ഒന്ന് പോയ മണ്ടത്തരം പറയാതെ. എടാ പൊന്നുമോനെ വാടാ, വീട്ടിൽ പോടാ. നേരെ ഇരുട്ടുന്നു. നേരെ ഇരുട്ടുന്നു. പാടി കിടക്കാം. വാ. ഞാൻ കല്ലി ഓടിക്കും. വീട്ടിൽ പോവാ. ഞാൻ വരൂല. എടാ വരാനാ പറഞ്ഞത്. അവനങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. എന്താണ്? എന്റെ മോളുടെ ഭാവി എനിക്ക് നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മര്യാദ അവനെ പറഞ്ഞു വിട്ടിട്ട് ഈ കുടുംബത്തോട്ട് കയറിയാൽ മതി. ഇത് നിങ്ങളെ കേറ്റൂല. നിങ്ങളുടെ അപ്പച്ചൻ വേണോ ഞാൻ വേണോന്ന് ഒരു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. അത് കൊള്ളാലോ. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അകത്ത്, ആണുങ്ങളൊക്കെ പുറത്തു പോയാ? എന്താ പറഞ്ഞ? എടാ ആണുങ്ങളൊക്കെ പുറത്തും പെണ്ണുങ്ങളൊക്കെ അകത്ത് പോയെന്ന്. ഞാൻ അത് മറന്നുപോയി. എന്തുവാ? ആ വീട്ടിലോട്ട് പോവാ. ഞാൻ വരൂലെന്ന് പറഞ്ഞില്ലേ? വരണം. എനിക്ക് എന്റെ ഗീതുവിനെ വിട്ടിട്ട് ഒരു ജീവിതമില്ല. ഞാൻ വരത്തില്ല. പോവാ, വീട്ടിൽ പോവാ. അവനിവിടെ കൊണ്ടുനാക്കണം. അത് കൊള്ളാലോ. എടാ വാവച്ചാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാ. നീ അവനെ എവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചാലും ഞാൻ അവൻ അവിടെ വന്ന് നക്കും, പൊക്കും. അല്ല പിന്നെ അതെ വന്നേ. എന്റെ അപ്പുറത്തെ കയ്യിലെന്താ? ഒന്നുമില്ല. അപ്പൊ തല്ലാനല്ലേ? എന്തേ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ആ ചെറുക്കൻ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? എടി നമ്മളുടെ കൊച്ചിന്റെ ഭാവി നോക്കണ്ടേ നമ്മള്? എന്ത് ഭാവി? നിങ്ങൾക്ക് അവന്റെ നാളെന്താണെന്നറിയാമോ? ഇല്ല. അവന്റെ നക്ഷത്രം ആയില്യാണ്. അതിനെന്താണെന്നാ? ആയില്ല അയൽ ദൂഷിയാണെന്ന്. എന്റെ ദൈവമേ, നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറ. എന്റെ ചേട്ടാ, ആയില്യ നക്ഷത്രക്കാരെ അയലൊക്കത്തുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം മുടിയൂന്ന്. അയ്യോ, അപ്പൊ അവൻ അയൽവക്കത്തുണ്ടായ കാരണമാണ് നമ്മളെ മുമ്പല്ല കടുകും പാത്രത്തിൽ വെച്ച പൈസ ഒന്നും കാണാതെ പോണത്. ഇവൻ ഇവിടെ നിന്നിട്ട് പല്ല് കേൾക്കുമ്പോ ആ ദൃഷ്ടി ഇവിടെ പതിയല്ലേ. അപ്പൊ ആയില്യ നക്ഷത്രക്കാര് ആ വീട്ടിലുണ്ടെങ്കിൽ അയൽവക്കം മുടിയും. അതെല്ലേ? ചോദിച്ചാ നിനക്ക് എന്റെ മോൾ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലോ. നീ അകത്ത് പോയിക്കോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ സ്വത്തിൽ നിന്ന് ചില്ലിക്കാശ് നിനക്ക് കിട്ടില്ല. കാപ്പിയുടെ കഞ്ചാവ് കിട്ടാനും പോലീസിന് എടുത്തു. അവര് ജീവിക്കട്ടെ. മനസ്സിലായില്ലേ? പിന്നെ വിളിച്ച് പെരടകത്തോട്ട് കയറ്റിയത്. എടി മണ്ടി, എടി പൊട്ടിക്കാളി, എന്താ ഇപ്പൊ ആയില്യ നക്ഷത്രക്കാരൻ ഇവിടെയല്ലേ നമ്മുടെ വീട്ടില്? അപ്പൊ അയൽവക്കക്കാരൻ ആരാ? വാവച്ചൻ ചേട്ടൻ. വാവച്ചൻ. അപ്പൊ ഇനി അവൻ പൊടിയിട്ടത്. അയ്യോ തലേ തേങ്ങ വീട്. ആയില്യം പണി തുടങ്ങി.